അതുപോലെ തന്നെ ഒരു തവണ കഴിച്ചവരുടെ നല്ല ഫേവറേറ്റ് ആകുന്ന നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ദം ബിരിയാണിയാണിത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം. ഫസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ ബിരിയാണി വെക്കാനും ആവശ്യമായിട്ടുള്ള ബസ്മതി റൈസാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിലാണ് ബസ്മതി റൈസ് എടുക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകണം. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകണം. നന്നായിട്ട് നമ്മുടെ അരിയെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഇത് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. എപ്പോഴും ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടി കട്ടിയുള്ള പാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് വലിയൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണയാണ്. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കതുപോലെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യും കൂടിയാണ്. ഈ നെയ്യും ചേർത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ഏലക്ക ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു 4 ചെറിയ ഗ്രാമ്പുവും കൂടി, ആ ഗ്രാമ്പുവും ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ തക്കോലം കൂടിയാണ്. വലിയ തക്കോലായാലും കുഴപ്പമൊന്നുമില്ല. കൂടെ തന്നെ ഒരു ചെറിയ 3 പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 സവാള, മീഡിയം സൈസിലൊരു 3 സവാള ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാളയുടെ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മളിത് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാണ്. ഞാനിപ്പോൾ ഒരു വലിയ പീസ് അളവിലൊരു ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 10-12 ചെറിയ വെളുത്തുള്ളി അല്ലിയും അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഫസ്റ്റിലേ ഇത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സവാള ഒന്ന് വഴഞ്ഞിട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ് ഈ സമയത്ത് ചേർത്തത്. അപ്പോൾ ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. നമ്മളിതിലേക്ക് പച്ചമുളക് ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ നേരെ ചെറിയ ജീരകം പൊടിച്ചത് കൂടിയാണ്. ചെറിയ ജീരകമാണ്, പെരുംജീരകമല്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി കൂടിയാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മുന്തിരി കൂടിയാണ്. ഞാനിപ്പോൾ ഏകദേശം ഇതൊരു 2 ടേബിൾ സ്പൂൺ നിറയെ മുന്തിരി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അളവിൽ ഇതും കൂടി ചേർക്കുകയാണ്. നമ്മൾ ഈ സമയത്ത് ഈ മുന്തിരി ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക്. സാധാരണ ഞാൻ ഇതിലും കൂടി 1 ടേബിൾ സ്പൂൺ കൂടി നിറയെ ഇടാറുണ്ട്. ഇപ്പോഴും ഞാൻ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ മുന്തിരി ചേർത്തിട്ട് ബിരിയാണി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ മസാലയുടെയൊക്കെ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 700 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് നിറയെ തൈരാണ്. നല്ല കട്ടി തൈരാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മതിയാകും. പുളി കുറഞ്ഞ തൈരാണെന്നുണ്ടെങ്കിൽ 1 കപ്പോളം വേണ്ടി വരും നമുക്ക്. അപ്പോൾ 1 കപ്പ് അളവിൽ തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി മസാലയാണ്. അപ്പോൾ 1.5 ടീസ്പൂൺ നിറയെയാണ് ബിരിയാണി മസാല ചേർക്കുന്നത്. നമ്മുടെ ബിരിയാണി മസാല ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ് നമ്മുടെ ബിരിയാണിക്ക് കൊടുക്കുന്നത്.
കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയാണ്. അതും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാലയുടെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവരെ ഉറപ്പായിട്ട് ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ഒന്ന് കണ്ടേക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി, 1/2 കപ്പ് മാത്രം മതിയാവും. കാരണം നമ്മുടെ തൈര് വെള്ളമായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ ആ വെള്ളം ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളവും മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 15 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഈ 15 മിനിറ്റിന് ഇടയ്ക്ക് നമ്മൾ 1-2 തവണ ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചോറൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം എല്ലാം നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ അരിയാണ്. അരിയൊക്കെ കഴുകി ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് അതും കൂടി ചേർക്കുകയാണ്. അരിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലകളും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ചെറിയ ഗ്രാമ്പു, ഒരു 2-3 പീസ് ചെറിയ അളവിൽ കറുവാപ്പട്ടയും കൂടി. അപ്പോൾ ഇത്രയും കൂടി ചേർക്കുകയാണ് വെള്ളത്തിലേക്ക്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ അരിക്ക്. കൂടെ തന്നെ ഒരു ഡ്രൈ ലെമൺ കൂടി ചേർക്കുകയാണ്. നമ്മൾ ഈ ഡ്രൈ ലെമൺ ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ ഈ ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വയനയില കൂടിയാണ്. നമ്മൾ ആ കുമ്പിളപ്പം തയ്യാറാക്കുന്ന ആ ഇല തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. നമുക്ക് എത്രത്തോളം ഉപ്പ് വേണോ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ നിറയെ കുറച്ച് എണ്ണയും കൂടി ചേർക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊന്നും പരസ്പരം ഇങ്ങനെ പിടിക്കാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചോറൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് നല്ല രീതിയിൽ വെന്ത് കുഴച്ചെടുക്കാൻ പാടില്ല. ഒരു 70-80% മാത്രമേ അരി വേകാൻ വേണ്ടി പാടുള്ളൂ. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറ് ദമ്മിലേക്ക് ഇടുമ്പോഴത്തേക്കും വീണ്ടും വെന്തിട്ട് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ ഒരു 70-80% മാത്രമേ വേകാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചോറ് അത്രയും മാത്രമേ വെന്തിട്ടുള്ളൂ. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയതിന് ശേഷം ചോറ് മാത്രമായിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ ഒന്ന് അരിച്ചെടുക്കണം നമ്മൾ ചോറെല്ലാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ മസാല എല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ചിക്കൻ മസാല ഇരിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ചോറും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് മുകളിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടിയാണ്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിന് മുകളിലേക്ക് ചേർക്കാം. കൂടെ തന്നെ കുറച്ച് പൈനാപ്പിളും കൂടി ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് പൈനാപ്പിൾ കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറുതായിട്ട് വറുത്തെടുത്ത സവാള കൂടിയാണ്. അപ്പോൾ നല്ല ചെറിയൊരു സ്വീറ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ സവാളയും ചെറുതായിട്ട് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ബിരിയാണി മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല ഇതിന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കണം. അപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് കുങ്കുമപ്പൂവും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരല്പം പാലിൽ ചെറുതായിട്ടൊന്ന് ചാലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടിയാണ് ചേർക്കുന്നത്. നമുക്കിപ്പോൾ ഈ കുങ്കുമപ്പൂ ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ഒന്ന് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതിയാവും. ആ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്, നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരല്പം ഓറഞ്ച് കളറും കൂടി ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഓറഞ്ച് കളറിൽ കുറച്ച് ചോറൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളെപ്പോഴും ബിരിയാണിയിൽ മിസ് ചെയ്യാതെ ചേർക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യിലൊന്ന് ചെറുതായിട്ട് താളിച്ചിട്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
ഏകദേശം നമ്മുടെ ബിരിയാണി എല്ലാം ഇവിടെ സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് ഒരല്പം ചാർക്കോൾ കൂടി ഞാൻ വെക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ ചാർക്കോളിലേക്ക് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് ചാർക്കോൾ നമ്മൾ ഇതിലേക്ക് വെക്കരുത്, എങ്കിൽ പിന്നെ നല്ലൊരു സ്മോക്കി ഫ്ലേവറായി പോകും. അതിൻ്റെ പേരിൽ ചെറിയ ലൈറ്റായിട്ട് മാത്രം മതിയാവും. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ അലുമിനിയം ഫോയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു കോട്ടൺ ടവലൊന്ന് ഇതിന് മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് അടപ്പ് വെച്ചൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മതിയാവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മുമ്പ് ഒരു ബിരിയാണി റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ദമ്മിലിടണം. 10 മിനിറ്റ് മാത്രം ഇട്ടാൽ മതിയാവും. ഒരുപാട് സമയം നമ്മൾ ദമ്മിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ദോശത്തവ ഇതിനടിയിലേക്ക് വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മുടെ ഈ പാത്രം ഇതിന് മുകളിലേക്ക് വെച്ചിട്ടുള്ളത്. 10 മിനിറ്റ് മാത്രം ദമ്മിലിട്ടിരുന്നാൽ മതിയാവും. ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിരിക്കണം. കാരണം അതിലും കൂടുതൽ സമയം നമ്മളിപ്പോൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനടിയിലുള്ള നമ്മുടെ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞിട്ട് പോവും. അതിൻ്റെ പേരിലാണ് പ്രത്യേകം പറയുന്നത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ഫ്ലേവറാണ് ബിരിയാണിയുടെ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്ര മാത്രം രുചികരമായിട്ടുള്ളൊരു ബിരിയാണിയാണെന്ന്. ഇനി നമുക്കിതിന് മുകളിലേക്ക് 1 ടീസ്പൂണിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ നെയ്യിൻ്റെ ആ ഫ്ലേവർ അങ്ങനെ തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് ചേർത്ത് കൊടുത്ത ആ ചെറിയ മഞ്ഞ കളറും ഓറഞ്ച് കളറിൻ്റെ ആ ചെറിയ ചോറൊന്ന് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ ഗ്രേവി എല്ലാം ഇത് അങ്ങനെ തന്നെ ഉണ്ട്. നമ്മുടെ ചിക്കൻ്റെ മസാല എല്ലാം അതുപോലെ തന്നെ നമ്മുടെ ചോറിലുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ ചോറൊന്നും വെന്ത് കുഴഞ്ഞു പോകുകയോ ഒന്നും ചെയ്യാതെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ബിരിയാണി കിട്ടാനായിട്ട്. നമ്മുടെ ചിക്കനെല്ലാം വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും ബിരിയാണി നമ്മൾ കഴിക്കേണ്ടത് നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ എപ്പോഴും തയ്യാറാക്കുന്ന എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണിയാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ എനിക്ക് ഫീഡ്ബാക്ക് തരണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. Take care dear friends. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ട ബിരിയാണിയാണ്. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മുട്ട ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കിലോ അളവിൽ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ജീര റൈസ് വേണമെങ്കിലും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊന്നിയരി ഡൊപ്പിയരിയൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മുട്ട ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് പുഴുങ്ങിയ മുട്ട കൂടി. മുട്ട എടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും. അതിൻ്റെ കളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ അരി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയാണ്. ആ ഉപ്പ് ചേർക്കുകയാണ്. ഒരു തക്കോലം, 3 ഏലയ്ക്ക, അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പു. ഇത് ഇത്രയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് അരി വേകുമ്പോഴത്തേക്കും അരിക്ക് നല്ലൊരു മണം ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിയെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഒരു 15 മിനിറ്റ് മാത്രം നമ്മളൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് നമ്മുടെ അരി നല്ലതുപോലെ വെന്തിട്ട് വരും. ഒരുപാട് വേവിച്ചിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോകരുത്, എങ്കിൽ പിന്നെ അത് കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഒരു 80% അത്രയും മാത്രമേ നമ്മളിത് വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തേക്കും അരിയൊന്നും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ചിട്ട് അരിയെല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ ഒരു 80% മാത്രമേ വെന്തിട്ടുണ്ടാവുള്ളൂ. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിൻ്റെ വെള്ളം എല്ലാം വാർന്ന് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ഞാനിപ്പോൾ ഇതിലും എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിലും നെയ്യിലും ഒക്കെയാണ് തയ്യാറാക്കേണ്ടത്. എങ്കിൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ട ഒരു പീസ് കറുവാപ്പട്ടയും അതുപോലെ തന്നെ ഒരു തക്കോലം, ഒരു 2 ഗ്രാമ്പു, ഒരു ചെറിയൊരു ഏലക്ക ഇത്രയും എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാളയൊക്കെ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറെല്ലാം നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 3 തക്കാളി. ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ 3 ചേർക്കാവൂ. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 തക്കാളി മതിയാവും. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. തക്കാളി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടിയാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ട് കുഴഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള മസാലകൾ തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, കൂടെ തന്നെ അതേപോലെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടിയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത് കൂടി. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മൾ ഈ ഗരം മസാല ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും. ഇനി നമ്മൾ നേരത്തെ തക്കാളിയിലോ സവാളയിലോ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വെള്ളം ഒന്നും ചേർക്കാത്തതിൻ്റെ പേരിൽ ഈ മസാല എല്ലാം നല്ലതുപോലെ പച്ച മണമൊക്കെ മാറിയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഏകദേശം 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മുട്ടയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെള്ളമായി പോകണ്ട. ഈ ഒരു അളവിൽ മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാവൂ. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് അളവിൽ തൈര് കൂടിയാണ്. ഇച്ചിരി പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് ചെറിയൊരു പുളി ഉണ്ടെങ്കിലേ നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരിൽ തൈര് മസ്റ്റായിട്ട് നിങ്ങളിതിലേക്ക് ചേർത്തേക്കണം. തൈര് ചേർക്കുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് ഈ മുട്ടയിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വരും. ഈ മുട്ട ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത കംപ്ലീറ്റ് വെള്ളത്തിൻ്റെയും തൈരിൻ്റെയും ഒക്കെ ആ വെള്ളത്തിൻ്റെ അംശമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും കുറച്ച് വെള്ളം ഇതിലുണ്ട്. ഈ ഒരു അളവിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി നമ്മളിത് ദമ്മിലിടാൻ പോവുകയാണ്. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് ദമ്മിലിടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 4 മുട്ട മാത്രം വെച്ചിട്ട് ഒരല്പം ഗ്രേവിയും വെച്ചിട്ട് ബാക്കി ഗ്രേവിയും മുട്ടയും മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഒരല്പം മല്ലിയിലയും പുതിനയിലയും രണ്ടും കൂടി മിക്സ് ചെയ്ത് അതും ചേർക്കുകയാണ്. പിന്നെ ഇതിന് മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്തെടുത്ത സവാളയാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഓയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതാണ്. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ മുകളിൽ ചേർക്കുമല്ലോ, അതേപോലെ തന്നെ വറുത്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർക്കാം ഇതിന് മുകളിലായിട്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടിയാണ്. അപ്പോൾ നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. നെയ്യ് കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ മണവും രുചിയൊക്കെയാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. ഇനി വീണ്ടും നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മുട്ടയൊക്കെ നല്ലതുപോലെ ഇതിന് മുകളിലേക്ക് അടുക്കിയതിന് ശേഷം വീണ്ടും റൈസ് ഇട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് വെക്കണമെന്ന്. ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ദമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കണം.
15 മിനിറ്റ് മാത്രം ഒന്ന് ദമ്മിലിട്ടിരുന്നാൽ മതിയാവും. നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കരുത്, എങ്കിൽ പിന്നെ അടിയിൽ കരിഞ്ഞിട്ട് പോകും. അതിൻ്റെ പേരിലാണ് ലോ ഫ്ലെയിമിൽ വെക്കുന്നത്. കൂടെ തന്നെ ആ മസാലയിൽ അല്പം വെള്ളം കൂടി ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് ഈ 15 മിനിറ്റ് വെക്കുന്നത്. നന്നായിട്ട് മസാലയിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദമ്മിലിടുകയാണെന്നുണ്ടെങ്കിലും അടിയിൽ കരിഞ്ഞിട്ട് പിടിക്കും. അപ്പോൾ എപ്പോൾ വെച്ചാലും ഒരല്പം വെള്ളം അതിൻ്റെ അടിയിൽ വേണം. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട ബിരിയാണി എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇനി പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല, ഒരു തൈര് സാലഡ് മാത്രം മതിയാവും. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബിരിയാണിയാണ്. നമുക്ക് സ്പെഷ്യൽ ദിവസം തന്നെ തയ്യാറാക്കണമെന്നില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിത് സെർവ് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് ഈ റൈസും മുട്ടയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മാത്രമേ ഈ മസാല എല്ലാം ഈ ചോറിൽ നന്നായിട്ട് പിടിച്ചിട്ട് വരുള്ളൂ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമേ ഈ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കുന്ന നല്ലൊരു എഗ് ഫ്രൈഡ് റൈസാണ്. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് അരി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കൊരു കടായിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയം വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത വെള്ളമെല്ലാം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരിയാണ്. ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു 175 ഗ്രാം അളവിൽ, അതായത് ഒരു 1/4 കപ്പ് അളവിൽ 2 പേർക്കുള്ള എഗ് ഫ്രൈഡ് റൈസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നന്നായിട്ട് കഴുകി ഒരു 15 മിനിറ്റ് ഒന്ന് കുതിർത്തെടുത്ത അരിയാണിത്. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോഴും ഹൈയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അരി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്കും പോകാൻ പാടില്ല. നല്ലതുപോലെ നമ്മുടെ അരി വെന്ത് കിട്ടാൻ പാടില്ല. ഒരു 70-80% മാത്രമേ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് വേകാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ അത്രയും സമയം നല്ലതുപോലെ വെന്തിട്ട് കിട്ടും. നമ്മളിപ്പോൾ എങ്ങോട്ടേക്കും പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണയും കൂടിയാണ്, വെജിറ്റബിൾ ഓയിലാണ്. അപ്പോൾ ഒരല്പം ഓയിൽ ചേർക്കുമ്പോഴത്തേക്കും പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. കൂടെ തന്നെ നമ്മുടെ ഈ അരിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്തേക്കണം. പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അതിൽ പിടിക്കില്ല. അതിൻ്റെ പേരിൽ വെള്ളത്തിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തേക്കണം. ഇപ്പോൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ എഗ് ഫ്രൈഡ് റൈസിനാണെന്നുണ്ടെങ്കിലും എപ്പോഴും ബസ്മതി റൈസ് തന്നെയാണ് നല്ലത്. അല്ലാതെ നമ്മുടെ ജീര റൈസോ കൈമ റൈസോ ഒന്നും അതിന് പറ്റില്ല, എങ്കിൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ അരിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളമായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 75% വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി കൂടുതൽ സമയം നമ്മൾ വെള്ളത്തിലിട്ടിരിക്കരുത്, എങ്കിൽ പിന്നെ നന്നായിട്ട് വെന്ത് പോകും. അതിൻ്റെ പേരിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ ചൂട് വെള്ളത്തിൽ ഇടരുത്, എങ്കിൽ പിന്നെ എങ്കിലും വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറ്റാം. നമ്മുടെ ചോറിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. തരി തരിയായിട്ട് പരസ്പരം മുട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി തുടങ്ങാം. നമ്മുടെ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇച്ചിരി വലിയൊരു കടായിയാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ ഈ ചോറൊന്നും പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു കടായി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഇത്രയും അരിക്കും ഈ 3 മുട്ട തന്നെ ധാരാളമാണ്, അതിൽ കൂടുകയും വേണ്ട. ഇനിയിപ്പോൾ 2 മുട്ടയാണെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും നമുക്ക് അതേ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം.
എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ്. ഞാനിപ്പോൾ ചെറിയ വെളുത്തുള്ളി അല്ലിയിൽ 2 എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിരിക്കണം. നല്ല ഹൈയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വെളുത്തുള്ളി അല്ലി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാള കൂടിയാണ്. ഈ ഒരളവിൽ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ സവാളയിൽ എടുത്തിട്ടുള്ളൂ. എല്ലാം ഇതുപോലെ ചെറിയ സ്ക്വയറായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. സവാളയ്ക്കൊപ്പം തന്നെ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടി. ആ സ്പ്രിംഗ് ഒണിയൻ്റെ ആ വൈറ്റ് ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്, അത് ചേർക്കുകയാണ്. അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാബേജും കൂടിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് എടുക്കുന്നതെല്ലാം ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസിന് ഇതുപോലെ സ്ക്വയറായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടി, ഒരു മീഡിയം സൈസിലളവിൽ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ട് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ളതൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ പച്ച മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് തന്നെ നമ്മളെല്ലാം ചെയ്ത് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ പച്ചക്കറികളൊന്നും ഒരുപാട് വെന്തിട്ടൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗത്തോളം മാത്രം വെന്ത് കിട്ടിയാൽ മതിയാവും. അത് നമ്മൾ ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം പഞ്ചസാരയും കൂടിയാണ്. ഒരു ചെറിയൊരു ടീസ്പൂണിൽ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ പച്ചക്കറിയുടെ കളറൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഫ്രഷ് ടേസ്റ്റും കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം പെട്ടെന്ന് നമ്മൾ ചെയ്തേക്കണം. പിന്നീട് സമയമൊന്നുമില്ല ഇത് വഴറ്റിയെടുക്കാനൊന്നും. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ വെള്ള കുരുമുളക് ഉണ്ടെങ്കിൽ, വൈറ്റ് കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതാണ് ചേർക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മുട്ടയും കൂടി ചേർക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ചോറൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. പ്രത്യേകം ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരുപാട് ചോറ് കൂടി പോകരുത്. അതുപോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസും കൂടി പോകാൻ പാടില്ല. രണ്ടും ഏകദേശം ഒരു സെയിം അളവിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചോറ് മാത്രം കൂടുതലായി പോയാൽ ആ ചോറ് ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കും. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സോയാ സോസ് കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലാണ് സോയാ സോസ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരല്പം സോയാ സോസും കൂടി. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം വളരെ ചെറിയ രീതിയിൽ പതുക്കെയാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ നമ്മളിട്ട് സ്പീഡിൽ ഇളക്കാൻ പാടില്ല, എങ്കിൽ പിന്നെ നമ്മുടെ ചോറൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം ഇപ്പോൾ റെഡി ആയിട്ട് വരണുണ്ട്. ഫൈനലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടിയാണ്. അപ്പോൾ ഈ സ്പ്രിംഗ് ഒണിയൻ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ സ്പ്രിംഗ് ഒണിയൻ കൂടി ചേർത്തേക്കണം. ഇനിയിപ്പോൾ സ്പ്രിംഗ് ഒണിയൻ ഇല്ലെങ്കിലും നമുക്ക് തയ്യാറാക്കാം, പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ മാറി നിൽക്കും ഇത് ചേർക്കാതെ നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്കും. അപ്പോൾ സ്പ്രിംഗ് ഒണിയനും കൂടി ചേർക്കുകയാണ്. സ്പ്രിംഗ് ഒണിയനും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആയിരിക്കും എന്ന്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ആ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ചധികം എണ്ണയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സാധാരണ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നത് നമ്മുടെ ഹെൽത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണയൊക്കെ കുറയ്ക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. എണ്ണയൊക്കെ കുറച്ച് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ.
അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് വെച്ച് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗാർലിക് ചിക്കൻ ഉണ്ടെങ്കിൽ അത് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കിയേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു റെസിപ്പിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബിരിയാണി അരിയാണ്. ഞാനിപ്പോൾ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. നമുക്കിതിന് പകരം ജീര റൈസിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഏതരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഏതരി എടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു 400 ഗ്രാം അളവിൽ അരി എടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഫസ്റ്റ് ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് 2-3 വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ആ കംപ്ലീറ്റ് വെള്ളവും മാറ്റിയിട്ട് വീണ്ടും രണ്ടാമത് നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അത്രയും സമയം കൊണ്ട് ചെറിയ രീതിയിലൊന്ന് കുതിർന്നിട്ട് കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബിരിയാണി വെക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ 1 ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ചേർക്കുന്നത്. ഇതിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കേണ്ടി വരും. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറുവാപ്പട്ടയും ഒരു 3-4 ഗ്രാമ്പുമാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 3 ഏലക്കയും കൂടിയാണ്. ആ ഏലക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. വറുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാളയിൽ ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുകയാണ്. അപ്പോൾ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കളറൊന്നും മാറുന്നവരെയും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിലൊന്ന് വാടിക്കിട്ടണം. അതുവരെയും ചെറുതായിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനാണെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പെട്ടെന്ന് നമുക്ക് സമയമൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത്. അപ്പോൾ നമ്മുടെ സവാള എല്ലാം ഇപ്പോൾ നല്ല രീതിയിലൂടെ വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പോൾ അത് ചേർത്തിരിക്കുകയാണ്. കൂടെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുന്തിരി കൂടിയാണ്. ഞാൻ മുമ്പ് നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ ഇതുപോലെ ഈ ടൈമിൽ ഒരല്പം മുന്തിരി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരല്പം മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2-3 പച്ചമുളകും കൂടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഈ സമയത്ത് തന്നെ ചേർത്തേക്കണം. അപ്പോൾ നമുക്ക് എത്രത്തോളം എരിവാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് വീണ്ടും ചെറിയ രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പച്ചക്കറികളാണ്. പച്ചക്കറിക്ക് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഫസ്റ്റ് വേണ്ടത് കുറച്ച് ബീൻസാണ്. ഇതുപോലെ നീളത്തിന് ചെറുതായിട്ടൊന്ന് ചരിച്ചരിച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബീൻസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കൂടെ വേണ്ടതാണ് ഒരു വലിയ ക്യാരറ്റിൽ 1 ക്യാരറ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ പീസാക്കി ഇടരുത്, എല്ലാം ചെറിയ ചെറിയ പീസായിട്ട് വേണം ഇടാനായിട്ട്. ആ ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് കൂടിയാണ്. അപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങിൽ 1 ഉരുളക്കിഴങ്ങും ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇഷ്ടക്കൂടുള്ള ഏതെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. എന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ചേർക്കാൻ പറ്റില്ല. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് പച്ചപ്പട്ടാണിയും കൂടി. ഞാനിപ്പോൾ പച്ച പട്ടാണി ആയതിൻ്റെ പിള്ളേണ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം സാധാരണ ഡ്രൈ ആയിട്ടുള്ള പട്ടാണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ കുതിർത്ത് വേണം എടുക്കാനായിട്ട്, എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 തക്കാളിയും കൂടിയാണ്.
അപ്പോൾ തക്കാളി അത്യാവശ്യം ഒരു വലിയ തക്കാളീനെ നമുക്കിതിലേക്ക് എടുക്കാം. ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഒരുപാട് എരിവ് വേണ്ട. ഞാനിപ്പോൾ കശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരിൽ ചെറിയ എരിവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ 1/4 ടീസ്പൂൺ ഒരു അല്പം കൂടി കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ബിരിയാണി മസാലയും കൂടിയാണ്. 1 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല ചേർക്കുകയാണ്. അപ്പോൾ ഈ ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം അതൊന്ന് പൊടിച്ച് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റെസിപ്പിയിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബിരിയാണി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുള്ളൂ. വേറെ വലിയ പ്രശ്നം ഉണ്ടാവില്ല, കുഴപ്പമില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടിയാണ്. ചെറിയൊരു പുളിപ്പിനും ഒരു പ്രത്യേക ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തൈര് ചേർക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് അളവിൽ നല്ല കട്ട തൈരും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്ന അരി നന്നായിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് അളവിൽ വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ വെക്കുന്നത്. അങ്ങനെ 2.5 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി വലിയ ബിരിയാണി അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വരെ നമുക്ക് വെള്ളം ചേർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് വലിയ അരിയാണെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ അരി ആയതിൻ്റെ പേരിലാണ് 1.25 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടിപ്പോകരുത്, എങ്കിൽ പിന്നെ കുഴഞ്ഞു പോവും. അതുപോലെ തന്നെ കുറയാനും പാടില്ല. അപ്പോൾ വെള്ളവും ചേർത്തിട്ട് ഇതുവരെ നമ്മളിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി, മല്ലിയിലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിമിൻ്റെ കാര്യമാണ്. അപ്പോൾ തീ ഒരുപാട് വെക്കരുത്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് നന്നായിട്ട് കുറച്ചിട്ട് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടി കൂട്ടി ഈ ഒരു അളവിൽ, ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു അളവിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതുപോലെ കുറച്ചിങ്ങനെ ഫ്ലെയിം വന്നുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു അളവിൽ വെച്ചതിന് ശേഷം ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഉടൻ തന്നെ ഇത് തുറന്ന് നോക്കരുത്. ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഒന്ന് പോകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ തുറന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി എല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി നോക്കുമ്പോൾ ഒരു അരി പോലും ഇങ്ങനെ പരസ്പരം മുട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയാണിത്. നന്നായിട്ട് അടിക്കൊന്നും പിടിക്കാതെ നല്ലതുപോലെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നെയ്യും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ഒന്ന് നെയ്യിൽ വറുത്തും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇനി പ്രത്യേകിച്ച് നമുക്ക് ഒരു കറിയുടെ ആവശ്യമില്ല. നല്ലൊരു തൈര് സാലഡ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും പറയാനും ഇല്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.
വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.